ഇപ്പോൾ കണ്ണൂരിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. പോലീസിനെതിരെ പ്രതിഷേധ പ്രകടനം അക്രമാസക്തമാകുന്നു. മാർച്ച് പോലീസിന്റെ ജീപ്പിലേക്ക് വലിഞ്ഞു കയറി പോലീസ് വാഹനം തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനപരമായ അന്തരീക്ഷം മാറി ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഈ മാർച്ച് മാറുന്നു. പോലീസിനെ കടന്നാക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാറുകയാണ്. വലിയ രീതിയിൽ ഒരു അക്രമ സാഹചര്യത്തിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് മാറുന്നു. പോലീസിന് നേരെ കയ്യാങ്കളിയാണ് കണ്ണൂരിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂരിൽ മാർച്ച് നടത്തുകയാണ്. പോലീസിന് നേരെ അതിക്രമം. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു കണ്ണൂരിൽ നിന്നും. സന്തോഷ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിൽ സംഘർഷം, വിശദാംശങ്ങൾ. വിനിഷ, കണ്ണൂരിൽ SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുന്നത്. ഈ മാർച്ച് SP ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. ഈ ബാരിക്കേഡ് മറികടന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ SP ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് സംഘർഷമുണ്ടായത്. പോലീസിന് നേരെ വലിയ പ്രകോപനം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പോലീസിനോട് തട്ടിക്കയറുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. അതിനുശേഷമാണ് പോലീസ് ഇവരെ പിരിച്ചുവിടുന്നതിനായി ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ച് അതിനുശേഷം വീണ്ടും സംഘടിച്ച് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള സമീപനം തുടരുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ ഈ സംഘർഷത്തിൽ ഈ പോലീസിന് നേരെ പ്രകോപനം സൃഷ്ടിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. വിനിഷ, സന്തോഷ്, കഴിഞ്ഞ ദിവസം വിവിധ ജില്ലകളിൽ നമ്മൾ കണ്ടതാണ്. പ്രകോപനപരമായിരുന്നു. നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് മനഃപൂർവ്വം ഒരു അക്രമ അവസ്ഥ സൃഷ്ടിക്കുക എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അരങ്ങേറിയത്. ഇന്ന് കണ്ണൂരിലും അത് തന്നെയാണ് സംഭവിച്ചത്. തീർച്ചയായും ഈ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ ഈ ഒരു പോലീസ് അത്തരത്തിലുള്ള പ്രകോപനമൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഈ മാർച്ച് എത്തുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ബാരിക്കേഡ് വെച്ച് പോലീസ് അവിടെ ഈ മാർച്ച് തടയാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പോലീസിന് നേരെ പ്രകോപനം ഉണ്ടാക്കുകയും ഒരു സംഘർഷം ഉണ്ടാക്കാൻ തന്നെയുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനുശേഷമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ ഒരു സംഘ പ്രവർത്തകരെ അവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റൊരു സംഘടിതമായി തന്നെ ഇപ്പോൾ നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്യുകയാണ്. വിനിഷ, സന്തോഷ്, അക്രമാസക്തമായ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു വിഭാഗം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നിലവിൽ ഇപ്പോഴും അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും നഗരത്തിൽ കാൽടെക്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. വീണ്ടും സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ഒരു ഭാഗത്തേക്ക് പല ഭാഗങ്ങളായി തിരിഞ്ഞാണ് സംഘടിതമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രകോപനം പോലീസിന് നേരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതുവരെയും മുഴുവൻ പ്രവർത്തകരും പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും നഗരത്തിൽ ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചാണ് ഇപ്പോൾ നഗരത്തിൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളുമായി ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. നിമിഷ, ശരി സന്തോഷ്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് അക്രമാസക്തം. സംയമനമായി ഈ മാർച്ചിനെ നിയന്ത്രിച്ച പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യാങ്കളി. ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സന്തോഷ്.